കുപ്രസിദ്ധ ഗുണ്ടാ നേതാവായിട്ടുള്ള സാജനെ അതിക്രൂരമായിട്ടാണ് പ്രതികൾ കൊലപ്പെടുത്തിയത്. ഇപ്പോൾ കുറേ ആളുകൾ പിടിയിലായിട്ടുണ്ട്. ഇടുക്കി കേന്ദ്രീകരിച്ചിട്ട് ഒരുപാട് കാലമായിട്ട് ഇദ്ദേഹം പ്രവർത്തിക്കുകയാണ്. പല വിധത്തിലുള്ള മോഷണ കേസുകൾ, ലഹരി കേസുകൾ, അതുപോലുള്ള മറ്റ് പല രീതിയിലുള്ള ഗുണ്ടാ പരിപാടികളൊക്കെ ആയിരുന്നു ഈ ഷാജൻ ചെയ്തുകൊണ്ടിരുന്നത്. എന്താണ് ഈ കൊലയിലേക്ക് നയിച്ചത്? ആരൊക്കെയാണ് ഈ പ്രതികൾ? അതായത് സാധാരണഗതിക്ക് നമ്മളൊരു കൊലപാതകം എന്ന് കേൾക്കുമ്പോൾ നമ്മൾക്ക് അത്ര വലിയ അത്ഭുതമോ ഞെട്ടലോ ഒന്നും ഉണ്ടാവാറില്ല. കാരണം നിരന്തരമായി നമ്മൾ കൊലപാതകത്തിൻ്റെ വാർത്തകളാണ് കേൾക്കുന്നത്. അതിൽ തന്നെ ക്രൂരമായി റേപ്പ് ചെയ്ത് കൊല്ലപ്പെടുന്ന സംഭവങ്ങൾ, അത്തരത്തിലുള്ള വാർത്തകൾ കേൾക്കുമ്പോഴാണ് നമുക്ക് ചില വല്ലാതെ ബുദ്ധിമുട്ടായി പോകുന്നത്. കാരണം അങ്ങനെ ആയിട്ടുണ്ട് കാലം, അതിനാരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഇവിടെ സംഭവിച്ചത് അതിക്രൂരവും അതുപോലെ തന്നെ ഒരിക്കലും സംഭവിക്കരുതാത്തതുമായ രീതിയിൽ ഒരു കൊലപാതകം നടന്നു എന്നുള്ളതാണ് ഇതിനെ പ്രത്യേകമായി നമ്മൾ എടുത്ത് ചർച്ച ചെയ്യേണ്ട രീതിയിലേക്ക് പോകുന്നത്. ഇടുക്കിയിൽ കാലങ്ങളായിട്ട് ഗുണ്ടാപ്പണി എടുത്തുകൊണ്ടിരിക്കുന്ന ആളാണ് ഈ സാജൻ എന്ന് പറയുന്നത്. അദ്ദേഹത്തിന് ഒരു ടീം തന്നെയുണ്ട്. ഈ സാജൻ എന്ന് പറയുന്നത് കുപ്രസിദ്ധനായ ഗുണ്ടയാണ്. ഈ കാപ്പ ചുമത്തിയിട്ട് നാട് കടത്തപ്പെട്ട വ്യക്തിയാണ്. ഒരുപാട് കേസുകൾ ഇദ്ദേഹത്തിൻ്റെ പേരിലുണ്ടായിരുന്നു. അപ്പോൾ ഈ ഗുണ്ടകൾ തമ്മിലുള്ള കുടിപ്പക എന്ന് പറയുന്ന ഒരു കാര്യമുണ്ടല്ലോ. ഈ ഷാരോൺ ബേബി എന്ന് പറയുന്ന വേറൊരു ഗുണ്ട ഇടുക്കിയിലെ കാഞ്ഞാർ ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന മൂലമറ്റത്തോടനുബന്ധിച്ച് പ്രദേശങ്ങളിൽ ഇവരുടെ ഒരു സാമ്രാജ്യമാണ് ഈ ഷാരോൺ ബേബിയുടെയും അതുപോലുള്ള ആളുകളുടെയും. മറുഭാഗത്താണ് സാജൻ എന്ന് പറയുന്ന മറ്റുള്ളവരുടെ ഈ സാജൻ്റെ ഒരു ടീം. ഇപ്പോൾ ഇവർ രണ്ടുപേരും തമ്മിലുള്ള പ്രശ്നം കുറേ കാലങ്ങളായിട്ട് അവിടെ നിലനിന്നുകൊണ്ടിരിക്കുക. ഇപ്പോൾ ഈ സാജൻ ഇവരെ നിരന്തരമായി ആക്രമിക്കുകയും ഇവർ തമ്മിൽ നിരന്തരമായി പ്രശ്നങ്ങൾ ഉണ്ടാവുകയും ഒക്കെ ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പോഴാണ് ഈ പ്രതികൾക്ക് തോന്നുന്നത് ഇത് ഇനിയും സാജൻ ജീവിച്ചിരുന്നാൽ തങ്ങളുടെ ജീവൻ അപകടമാണ് എന്നുള്ളത് ഈ ഗുണ്ടാ ഗ്യാങ്ങിന് ബോധ്യപ്പെടുന്ന ഒരു രീതി ഉണ്ടായി. തട്ടിക്കളയാൻ തീരുമാനിച്ചു. അങ്ങനെ തട്ടിക്കളയാൻ തീരുമാനിച്ചപ്പോൾ അവിടെ നടന്ന കാര്യമാണ്. അതായത് ഇയാളെ സ്ഥലത്തേക്ക് വിളിച്ചു വരുത്തിയിട്ട് അവിടെ കമ്പി വടി കൊണ്ട് തലക്കടിക്കുകയാണ് ചെയ്തത്. കമ്പി വടി കൊണ്ട് തലക്കടിച്ചിട്ട് വായിൽ തുണി കുത്തിത്തിരുകി വീണ്ടും തലക്കടിച്ചു. അപ്പോൾ തലയോട്ടിയുടെ ഭാഗത്ത് വലിയ മുറിവുകളുണ്ടായി. അപ്പോൾ തന്നെ ഇയാളുടെ ബോധം പോയതിനു ശേഷം വലിയ അട്ടിയിലുള്ള തുണി വീണ്ടും വായിലേക്ക്, അതായത് ഒരു ശബ്ദം പോലും പുറത്തേക്ക് വരരുത് എന്നുള്ള ലക്ഷ്യത്തോടു കൂടി രാത്രിയായിരുന്നു. അപ്പോൾ അങ്ങനെ ഉള്ളിലേക്ക് ഈ വായിലേക്ക് കുത്തി കയറ്റിയതിന് ശേഷം ഈ കുടിപ്പക എന്ന് പറയുന്നത് വല്ലാത്തൊരു സംഭവമാണ്. പല പ്രദേശങ്ങളിലും ഇപ്പോൾ ഈ ഫോർട്ട് കൊച്ചി, മട്ടാഞ്ചേരി ഭാഗങ്ങളിലൊക്കെ ഇത്തരത്തിലുള്ള ഗുണ്ടകൾ തമ്മിലുള്ള ആക്രമണങ്ങളൊക്കെ നിരന്തരമായിട്ട് ഉണ്ടാവാറുണ്ട്. അതുപോലെ തന്നെ മറ്റ് പല പ്രദേശങ്ങളിലും, തിരുവനന്തപുരത്ത് മറ്റ് പല പ്രദേശങ്ങളിലും ഒരുപാട് വാർത്തകൾ ഇതുമായി ബന്ധപ്പെട്ടിട്ട് ഈ ഗുണ്ടകൾ നിരന്തരമായിട്ട്, അതായത് ഗുണ്ടകളുടെ ഒരു ജീവിതം എന്ന് പറയുന്നത് ഒടുവിൽ ഏതെങ്കിലും ഒരു പിച്ചാത്തിപ്പിടിയിൽ തീരുക എന്നുള്ളതാണ്. അതാണ് ഈ ഗുണ്ടാപ്പണി എടുക്കുന്ന ഓരോ ആളുകളുടെയും ജീവിതം. എനിക്കതിൽ ഏറ്റവും കൂടുതൽ ഇത് തോന്നിയത് നമ്മുടെ ഈ കൊച്ചിയിലുള്ള ഒരു പ്രധാനപ്പെട്ട ഗുണ്ടയുണ്ട്, മരട് അനീഷ് എന്ന് പറയുന്നത്. മരട് അനീഷിൻ്റെ കഥ, അദ്ദേഹത്തിന് അദ്ദേഹം പശ്ചാത്തപിച്ച് ഇപ്പോൾ ദൈവഭക്തിയും കാര്യങ്ങളും ഒക്കെ ആയി ബന്ധപ്പെട്ട് പോകുന്നു. അദ്ദേഹത്തിൻ്റെ മകളുടെ കല്യാണമൊക്കെ ആയി ബന്ധപ്പെട്ട് കുറേ വാർത്തകളൊക്കെ പുറത്തു പോകുന്നു. അത്തരം ഗുണ്ടകളും ഉണ്ട്. അപ്പോൾ ഇവിടെ സംഭവിച്ചത് ഇയാളുടെ വായിലേക്ക് തുണി കുത്തിത്തിരിക്കിയതിന് ശേഷം ഇവർ ചെയ്തത് ഇദ്ദേഹത്തിൻ്റെ ജനനേന്ദ്രിയം രണ്ടായിട്ട് അറുത്ത് മാറ്റി എന്നുള്ളതാണ്. അതായത് നെടുകെ പിളർന്നു, ജനനേന്ദ്രിയം നെടുകെ പിളർന്നിട്ട് അത് അറുത്ത് മാറ്റുകയാണ് ചെയ്തത്. അറുത്ത് മാറ്റിയതിന് ശേഷം അത് രണ്ട് കഷ്ണങ്ങളാക്കി. ഈ ഒരു വൃഷണം അറുത്ത് മാറ്റി, മറ്റൊരു വൃഷണം ചവിട്ടി ഉടച്ചു. വളരെ നിഷ്ഠൂരമായിട്ട്, വളരെ ക്രൂരവും പൈശാചികവുമായ രീതിയിലാണ് ഈ കൃത്യം ഇവർ ചെയ്തിരിക്കുന്നത്. അതായത് അപ്പോൾ അത്രമാത്രം ഈ ഷാജനോട് ഇവർക്ക് പകയുണ്ടായിരുന്നു. അത്രയ്ക്ക് പകയുണ്ടായിരുന്നു. ഇതിപ്പോൾ പറയുന്നത് കേൾക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഷാജൻ ഒരുപാട് രഹസ്യങ്ങൾ അറിയായിരുന്നു. ഈ ഇതിലുള്ള പ്രതികൾ, ഇപ്പോൾ അറസ്റ്റിലായിട്ടുള്ള ഒരുപാട് പേര്, ഇവരൊക്കെ ലഹരി മാഫിയയുമായി ബന്ധപ്പെട്ടിട്ട് പ്രവർത്തിക്കുന്നവരാണ്. കഞ്ചാവ് കേസിലെ പ്രതികൾ, അതുപോലെ തന്നെ മറ്റ് ലഹരികളുടെയൊക്കെ കേസിലെ പ്രതികളാണ്. അപ്പം ഇവരുടെ കയ്യിൽ ഒരുപാട് രഹസ്യങ്ങളുണ്ടായിരുന്നു. അത് ഷാജൻ ഒരു ഘട്ടം എത്തിയപ്പോൾ പോലീസിനോ മറ്റ് അന്വേഷണ വിഭാഗത്തിനോ ചോർത്തി കൊടുക്കും, അല്ലെങ്കിൽ അവരോട് പറയും എന്നതിൻ്റെ ഒരു പകയാണ് യഥാർത്ഥത്തിൽ ഷാജനെ വകവരുത്താനുണ്ടായിരുന്ന കാരണം എന്നാണ് ഇപ്പം നമുക്ക് കിട്ടുന്ന വിവരം എന്ന് പറയുന്നത്.
അതായത് നേരത്തെ തന്നെ ഷാജനുമായിട്ട്, അതായത് ഇവർ തമ്മിൽ ഷാജനുമായിട്ട് വലിയ തമ്മിലുള്ള സൗഹൃദത്തിലായിരുന്നു. ഒരു പ്രത്യേക ഘട്ടം എത്തിയപ്പോൾ ആ സൗഹൃദം ഉലഞ്ഞു. ആ ഉലഞ്ഞപ്പോഴാണ് ഈ ഷാജൻ ഇവരുടെ പല രഹസ്യങ്ങളും ചോർത്തി കൊടുക്കുമെന്നുള്ളൊരു കാര്യം പിന്നെ അതൊരു കുടിപ്പകയായി വളരുന്ന ഒരു സാഹചര്യത്തിലേക്ക് അത് പോയിണ്ടായിരുന്നു. ഈ കോട്ടയം ജില്ലയിലെ മേലൂക്കാവ് എന്ന് പറയുന്നത്, ഇടുക്കി കോട്ടയം ജില്ല അതിർത്തി പ്രദേശമാണ് മേലൂക്കാവ് എന്ന് പറയുന്നത്. കഥ പറയുന്ന പറഞ്ഞ സിനിമയിൽ മേലൂക്കാവിലെ ബാർബറാം ബാലൻ്റെ. അപ്പം അതുപോലെ മേലൂക്കാവിലുള്ള വീട്ടിലാണ്, എരുമപ്രയിലുള്ള വീട്ടിൽ വെച്ചിട്ടാണ് ഈ ക്രൂരകൃത്യം ഇവർ നടത്തിയത്. വീട്ടിൽ സാജൻ്റെ വീടാണ്. അവിടത്തേക്ക് സാജനെ ഇവർ വിളിച്ചു വരുത്തി. പുറത്തുണ്ടായിരുന്ന സാജനെ എരുമപ്രയിലെ വീട്ടിലെത്തിയ ശേഷം അവിടേക്ക് വിളിച്ചു വരുത്തുകയും അവിടെ എത്തിയതിന് ശേഷം തലക്കടിച്ചിട്ടാണ് ഈ ക്രൂരകൃത്യം ഇവർ നടത്തിയത്. ശേഷമാണ് ഇവരുടെ ഒരു കാര്യം വരുന്നത്. അതായത് ഈ ക്രൂരമായ കൊല ചെയ്തതിന് ശേഷം പക തീരാതെ വീണ്ടും വീണ്ടും ഇഞ്ചിഞ്ചായി ചതച്ചു എന്നാണ് പറയുന്നത്. അത്രയ്ക്ക് മാത്രം ക്രൂരത ഈ ശവശരീരത്തോട് ഇവർ ചെയ്തു. എന്നിട്ട് ഇതൊരു പായയിൽ പൊതിഞ്ഞ് കെട്ടിയിട്ട് ഒരു ഓട്ടോറിക്ഷ വിളിച്ചു. ഓട്ടോ വിളിച്ചിട്ട് ഇവർ ഓട്ടോയിൽ കയറ്റിയിട്ട് മൂലമറ്റത്തെ തേക്കും കൂപ്പിൽ, തേക്ക് തടിയൊക്കെ വിടുന്ന സ്ഥലമുണ്ട് തേക്കും കൂപ്പ്. അപ്പോൾ തേക്കും കൂപ്പിൽ കൊണ്ടുപോയിട്ട് അവിടുന്ന് ഓട്ടോയിൽ നിന്ന് അങ്ങോട്ട് ഉൾഭാഗത്തോട്ട് ചാടുകയായിരുന്നു. ഇങ്ങനെ പിടിച്ചിട്ട് പായയിൽ പൊതിഞ്ഞ് എന്തോ പുറത്തേക്ക് ചാടുന്നത് കണ്ടിട്ട് സംശയം തോന്നിയ ഡ്രൈവർ ഇവരോട് സൗഹാർദ്ദ ഭാവത്തിൽ കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട്. ആദ്യം ഇവർ പറഞ്ഞില്ലെങ്കിൽ പിന്നീട് പറഞ്ഞു, പിന്നെ ഒരാൾ ശല്യം ചെയ്തുകൊണ്ടിരുന്നു, അവനെ തട്ടി ഞങ്ങൾ എറിഞ്ഞതാണ് എന്ന് സിമ്പിൾ രീതിയിൽ പറഞ്ഞ്, അത് ഒരു പക്ഷേ തമാശയ്ക്ക് പറഞ്ഞതാണോ കാര്യഗൗരവത്തിൽ പറഞ്ഞാണോ എന്ന് ഡ്രൈവർക്ക് മനസ്സിലായിട്ടുണ്ടാവില്ല. അവരതായിരിക്കും ഉദ്ദേശിച്ചിട്ടുണ്ടാവുക. എന്നിട്ട് വണ്ടി എടുത്ത് പോകുന്നു. ഇവരുടെ മൂലമറ്റത്ത് ഇറങ്ങിയിട്ട് പ്രതികൾ പോവുകയാണ് ഉണ്ടായത്. അപ്പോൾ ഈ ഓട്ടോ ഡ്രൈവർക്ക് ഇതിൽ കാര്യമായ സംശയം തോന്നി. ഇതൊരു ചുമ്മാ അങ്ങ് ഉണ്ടാക്കിയ ഒരു സംഭവമല്ല, ഇതിലെന്തോ ഒരു ദുരൂഹതയുണ്ട് എന്നുള്ള ഒരു വലിയ ഒരു ഓട്ടോ ഡ്രൈവർക്ക് സംശയം തോന്നി. അദ്ദേഹം നേരിട്ട് ചെന്നത് കാഞ്ഞാർ എസ് ഐയെ കണ്ട് ഈ വിവരം പങ്കുവെക്കുകയാണ് ചെയ്തത്. ഇങ്ങനത്തെ ഒരു സംഭവം ഉണ്ട് എന്നുള്ളത് കാഞ്ഞാർ എസ് ഐയോട് പറയുന്നു. ഇപ്പോൾ കാഞ്ഞാർ എസ് ഐയെ ഈ പോലീസിനെ സംബന്ധിച്ചിടത്തോളം ഒരു വിവരം കിട്ടി അന്വേഷിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. ഇദ്ദേഹത്തെയും കൂട്ടിയിട്ട് ഇവർ ഈ സ്ഥലത്ത് പോയിട്ട് ഇത് പരിശോധിക്കുമ്പോഴാണ് ഇതിൻ്റെ ക്രൂരമായിട്ട് ആ ഒരു ശരീരത്തെ മൃഗീയമായ രീതിയിൽ പൊതിഞ്ഞ് ഇട്ട ഒരു ഇത് കാണുന്നത്. നമ്മളിപ്പോൾ അറിയാം, കർമ്മഫലം എന്നൊക്കെ പറയില്ലേ, കർമ്മഫലം. പിച്ചാത്തി കൊണ്ട് നടന്നവൻ പിച്ചാത്തിപ്പിടിയിൽ തീർന്നു എന്ന് പറയുമ്പോഴും ഒരാളെ ഇത്രയ്ക്ക് ക്രൂരമായി കൊല്ലാമോ എന്നുള്ളതാണ് ചോദ്യം. ഇത്രയ്ക്ക് ക്രൂരമായില്ല, പൈശാചികവും മൃഗീയവുമായ രീതിയിലാണ് കൊന്നത്. അപ്പോൾ അത് എസ് ഐക്ക് വിവരം കിട്ടി. തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് ഈ പ്രതികളെ പിടികൂടുന്നത്. അപ്പോൾ ഈ പ്രതികൾ എന്ന് പറയുന്നത് ഈ പറഞ്ഞ പോലെ ഷാരോൺ ബേബി എന്ന് പറയുന്ന ഗുണ്ടാ നേതാവ്, അയാളുടെ ഒപ്പം ഉണ്ടായിരുന്ന 7 ആളുകളാണ് പ്രതികളായിട്ടുള്ളത്. ഇവരും സ്ഥിരമായിട്ട് ലഹരി മോഷണമടക്കം കേസിലെ പ്രതികളാണ് എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് കിട്ടുന്ന വിവരം. അപ്പോൾ ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ ഗുണ്ടകളുടെ വിളയാട്ടം എന്ന് പറയുന്നത് ഇപ്പോൾ കേരളത്തിൽ എത്രത്തോളം ശക്തമായിട്ടാണ് ഗുണ്ടകൾ വിളയാടിക്കൊണ്ടിരിക്കുന്നത്. ഓരോ ആളുകൾക്കും ഓരോ പേരും ഓരോ പ്രസ്ഥാനങ്ങളും. കാപ്പ ചുമത്തി നേരത്തെ നാട് കടത്തിയതാണോ? അതെ, ഷാജനെ കാപ്പ ചുമത്തി നാട് കടത്തിയതാണ്. അത് പലതരത്തിലുള്ള കുറ്റകൃത്യം, ഒരു 3-4 കേസുകളിൽ പെട്ടാൽ നമുക്കൊരാളുടെ പേരിൽ കാപ്പ ചുമത്തി നാട് കടത്താം. 6 മാസത്തേക്ക് നാട് കടത്താം. അതിന് പ്രത്യേക അതോറിറ്റി ഉണ്ട്. അതിൽ അപ്പീൽ കൊടുക്കാം. ആ അപ്പീൽ അതോറിറ്റിക്ക് തീരുമാനിക്കാം. ഒക്കെ അതിനൊരുപാട് നിയമവശങ്ങളുണ്ട്. അപ്പോൾ എന്തായാലും ഇത്തരത്തിലുള്ളൊരു ക്രൂരമായിട്ടുള്ളൊരു കൊലപാതകമാണ് ഇടുക്കിയിൽ ഇപ്പോൾ നടന്നിട്ടുള്ളത്. അത് 2 ദിവസമായിട്ടേ ഉള്ളൂ. അപ്പം ഇതിൻ്റെ വീണ്ടും പറയുമ്പോൾ ഒരാളുടെ ജനനേന്ദ്രിയം 2 കഷ്ണങ്ങളാക്കി കളയുക, എന്നിട്ട് വൃഷ്ണം അറുത്ത് മാറ്റുക, ഒരു വൃഷ്ണം ഒട്ടച്ച് കളയുക എന്നൊക്കെ പറയുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു ഭീകരത, അയാൾ അനുഭവിച്ച വേദന അത്രത്തോളം ആയിരിക്കും എന്നുള്ളതാണ്. അപ്പം സൈക്കോകളായി മാറിക്കൊണ്ടിരിക്കുന്നു കേരളത്തിലെ പല ആളുകളും എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത്. എന്തായാലും പോലീസ് അന്വേഷണം തുടരുകയാണ്. ഈ രീതിയിൽ ആഭ്യന്തര വകുപ്പ് ഈ രീതിയിൽ മികച്ച രീതിയിൽ മുന്നോട്ട് പോട്ടെ എന്ന് മാത്രം നമുക്ക് പറയാം.